എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ ഭ്രാന്താവും, ഭ്രാന്ത് മുഴുവട്ടാവും. ശരിക്കും നമുക്കാണോ ഭ്രാന്ത് അതോ ഈ ഭ്രമയുഗം സിനിമയിൽ അഭിനയിച്ച മമ്മൂക്കയ്ക്കാണോ ഭ്രാന്ത് എന്ന് ചോദിച്ച അവസ്ഥയാണ്. സിമ്പിൾ. മൂപ്പർക്ക് തന്നെ അത് മൂപ്പര ഭ്രാന്ത് ഉണ്ടിട്ട് നമുക്ക് ഭ്രാന്താവും. നമുക്ക് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ടേ തിയേറ്ററിൽ പലരും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇങ്ങൾക്ക് ഭ്രാന്തന കേട്ടോ. സത്യം. അത് ഒന്നും രണ്ടും പേരല്ല, തിയേറ്ററിൽ ഇരിക്കുന്ന ഓരോ സീൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു സീനിലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സാധനം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങേർക്ക് ഭ്രാന്ത് തന്നെയാണ്. അത് അത്രയ്ക്ക് ആവേശത്തോടെയാണ് ആള് ചെയ്യുന്നത്. അത് നമ്മളെപ്പോലും നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്താ പറയാ, അതായത് ആളുടെ ഇതുവരെ കാണാത്ത ഐറ്റം ഇനി ഒരിക്കലും കാണാൻ സാധ്യത ഇല്ലാത്ത ഐറ്റം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ തരും ആള്. ഇതൊക്കെ അതെ, ഇതൊക്കെ ഇതിപ്പോ ഇത്രയും വെച്ച് ചെയ്തു തന്നു നമുക്ക്. അതെ, നമ്മൾ കണ്ടു കഴിയുമ്പോ നമ്മൾ ആളുടെ ഏറ്റവും ടോപ്പ് അതെ അതിൽ എത്തി നിൽക്കുകയാണ്. ഇത് ഇനി വരാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതാണല്ലോ ആള്, പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ. അതാണ് കാലഘട്ടത്തിന്റെ നായകൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാലഘട്ടമല്ല, എക്കാലത്തെയും നായകൻ. എന്തായാലും PK ട്രോൾസിന്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കാണാം. 3 മിനിറ്റിന്റെ ഉള്ളിലാണല്ലോ വീഡിയോ. കുറഞ്ഞു പോയോ? ഇഷ്ടായി. സിനിമ കാണാൻ പോയിട്ടേ ആ ഒരു ത്രില്ലിൽ പെട്ടെന്ന് വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഷോക്കഡായിട്ട് ഇറങ്ങി വരുന്നത് കൊടുമൺ പോയിട്ട് പൊളിച്ചു. എന്താണ് ഇവിടെ കണ്ടത്? തിയേറ്ററിൽ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ കിട്ടിയില്ലെങ്കിൽ അത് അതിനായിട്ട് കിട്ടില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച് പടം. നമുക്ക് ഹോളി പെർഫോമൻസ്, പ്രതിഭാതരൻ, പ്രതിയോഗി അഴിഞ്ഞ ആടിക്കളഞ്ഞ് അങ്ങനല്ലേ പാടുള്ളൂ. വേണ്ടിട്ട് നമുക്ക് കൊതിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ബെഞ്ചുമാർക്ക് എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ഉയർത്തിക്കൊണ്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോരോ ഹോബികളുണ്ടല്ലോ. ഇതാണ് എന്റെ ഹോബി. എന്നാ പഠിച്ചേ ഇപ്പൊ ഇവിടെ കൊടുത്ത 155 രൂപ എനിക്ക് മുതലായി. നല്ല അടിപൊളിയായിട്ട് മുതലായിട്ടുണ്ട്. നല്ല കിടു പടം. ഇതിൽ കൂടുതൽ നീ എന്താ വേണ്ടേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിനെ കുറിച്ച് വാഴ്ത്തി പാടണം. അപ്പോ നമുക്ക് മനസ്സിലാക്കും ആളുടെ ഡയറക്ഷൻ, ആളുടെ സ്ക്രിപ്റ്റ്, ആളുടെ ഈ ചിന്താഗതി വേറെ ലെവൽ. അപ്പൊ കിടക്കുന്ന BGM അതും ഇതിന്റെ ഒപ്പം തന്നെ വേറെ ലെവൽ. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാണില്ല, എല്ലാ സീൻസിലും മമ്മൂക്കില്ല. പക്ഷെ അന്നേരം അദ്ദേഹത്തെ മിസ് ചെയ്യുകയാണ്. ഇദ്ദേഹം സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടോണ്ടിരിക്കാമായിരുന്നല്ലോ, ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന കുട്ടുംബിക്കർ ആക്ടിങ്. സിദ്ധാർത്ഥ് ഭരതൻ വേറെ ലെവലാണോ? ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്ക ഞെട്ടിച്ച് കളിച്ചു. കയ്യിന്ന് പോയടാ ചാർലി. വേലായുധം വിട്ടുകെട്ട. ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് വിൽക്കണം അതാ വിടണം? പറയൂ ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മമ്മൂക്കാക്ക് നല്ലൊരു അവാർഡിനൊക്കെ ഉള്ള എല്ലാ ഇതുണ്ട്. അറിയാല്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എന്റെ മോനെ, ആ ഡയലോഗ്, ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇത് ഭ്രമയുഗ എന്ന് പറയുന്ന ആ ഡയലോഗിന്റെ സമയത്ത് ആളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. അവിടെയുള്ള സീന്, ആ ഒരു സീന് ഭീകരാണ്. നമ്മൾ തന്നെ ഇങ്ങനെ അതെ, ഇന്നലെ റിവ്യൂ ചെയ്തപ്പോഴേ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് കരുതി മനസ്സിൽ കരുതി വെച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് പറഞ്ഞു? അന്യായ അണ്ണാ. അത് മറന്നുപോയി, ഇപ്പോഴെങ്കിലും പറയണല്ലോ. പിന്നെ വേറൊരു കാര്യത്തിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇപ്പൊ ലാസ്റ്റത്തെ ഒരാള് പറഞ്ഞ നമ്മൾ എപ്പോഴും പറയണ സംഭവം തന്നെ,
മമ്മൂക്കയാണ്, അറിയാലോ. അതെ. ഈ കൂടുതൽ വർണ്ണനേന്റെ ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കരമാണെന്ന് പറയേണ്ട സംഭവങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മമ്മൂക്കയാണ്, മമ്മൂക്കയുടെ ആക്ടിങ് അറിയുന്നവർക്ക് അറിയാം. ആളെന്തായാലും തകർത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം. അതല്ലേ ഇതിലിപ്പോ ഭയങ്കരമായിട്ട് അഭിപ്രായം കിട്ടുന്നു. അപ്പൊ ഇക്ക ഫാൻസ് സത്യോ അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടല്ലോ, എന്നിട്ട് ആഘോഷിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായിരുന്നില്ല. സത്യം. അതായത് ഇതിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം വരും എന്നുള്ള ഏതെങ്കിലും സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ചിന്ത വന്നിട്ടില്ല കേട്ടോ. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നുള്ളൊരു ധാരണ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. ഈ അടുത്ത് വന്നിട്ടുള്ള സിനിമകളിലെ ഒക്കെ ഓരോ നമ്മൾ എപ്പോഴും ഒരു നടൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് പഠിപ്പിക്കും കൂടിയാണ് മറ്റുള്ളവരെ. കാരണം ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത വേറെ, അതാണല്ലോ നടൻ. അല്ലാതെ എല്ലാം ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ നടനാവും? അത് ആളുടെ സ്വരം അല്ല സ്ഥിരം ഉള്ള സംഭവം അതങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ നടൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ, ഇതിനൊക്കെ ആവാഹിക്കുക എന്നൊക്കെ പറയല്ലോ, ഓരോ രൂപങ്ങൾ അങ്ങനെ അതിലേക്ക് മാറി വരുന്നതാണ് നടൻ എന്ന് പറയുന്നത്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതാണ് ശരിക്കും നടൻ. അത് മമ്മൂക്കേന്റെ ഈ അടുത്തുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ സിനിമ എടുത്താലും അതിലൊക്കെ ആ ഒരു വ്യത്യാസം നമുക്ക് തോന്നുകയും ചെയ്യും. എന്തായാലും മമ്മൂക്കയുടെ കൂടെ തന്നെ പറയേണ്ടതാണ്, ഇപ്പോൾ അർജുന അശോകനെ ഒരുപാട് വാഴ്ത്തേണ്ട സമയം തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ആൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എല്ലാം കൊണ്ടും, അതായത് പാണനായിട്ട് ആൾ തകർത്താടി എന്നുള്ളത് തന്നെ പറയാം. നായകൻ അർജുന അശോകൻ തന്നെയാണ്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അതും ഗംഭീരം തന്നെ. നമ്മൾ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അർജുന അശോകന്റെ കഥാപാത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് ചില സമയങ്ങളിൽ. അതായത് അത്രയും ഗംഭീരമായിട്ടാണ് ആള് ചെയ്തിട്ടുള്ളത്. ഒരാളെ നമുക്ക് താത്തി പറയാനോ അല്ലെങ്കിൽ ഇതില് എനിക്ക് അതായത് നെഗറ്റീവായിട്ട് പറയാൻ തോന്നിയ ഒരു സാധനമുണ്ട്. അത് ഇന്നലെ റിവ്യൂല് വേണമെങ്കിൽ പറയാമായിരുന്നു. അതായത് ഇതൊക്കെ ഒരു സാധനമാണോ എന്ന് കരുതും. നമ്മുടെ അമാളുടെ ചെയ്ത കഥാപാത്രമല്ലേ, ആളുടെ മൂക്കിലേക്ക് ഇവിടുന്ന് ഒരു എന്താ പറയാ ഒരു ചെയിനൊക്കെ പോലെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ഈ മൂക്കുത്തിയായിട്ട് കണക്ട് ചെയ്തിട്ട്. അതെ, അപ്പൊ അതിന്റെ നിഴലും കൂടി വന്നിട്ട് മീശ പോലെ, അതായത് പണ്ടത്തെ നസീറിന്റെ കാലഘട്ടത്തിലുള്ള ചെറിയ നേർത്ത, അതിനൊരു പേരുണ്ട്, അങ്ങനെ ഒരു മീശ വെക്കൂലെ, അപ്പൊ അതുപോലെ ഒരു സീനിൽ തോന്നുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തന്നെ തോന്നുന്നു. ഒരു ആലോചിച്ച് നോക്കണം, നെഗറ്റീവ് നമ്മൾ പറയുന്നത് എന്താണ്, നിസ്സാരമായ ഒരു കാര്യം ഇതേ ഉള്ളൂ ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഒരു കാര്യം പറയാനും മറന്നുപോയ ഒരു സംഭവം ഉണ്ടല്ലോ റിവ്യൂല്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർജുന അശോകന്റെ ആ സോങ്ങുകൾ പാടുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ഓർത്ത് വെച്ചാ, പക്ഷെ റിവ്യൂല് വന്നപ്പോ അതൊക്കെ വിട്ടുപോയതാ. ഓർത്ത് വെച്ചതല്ല പറഞ്ഞത്, വന്നിരുന്ന് ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന സാധനങ്ങളാണ്. അതാണ് മൊത്തം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്നത് തന്നെ പറയണമെന്ന് വിചാരിച്ചു വന്നൊക്കെ വിട്ടു. അതിനകത്ത് പറയാനുണ്ടാകുന്ന കാര്യം കേട്ടു, ആളുടെ ലിപ്സിംഗ് ഉണ്ടല്ലോ ഒരു രക്ഷയിലായിരുന്നു. പിന്നെ ആളുടെ ചിരി, പിന്നെ എൻജോയ് ചെയ്തിട്ട് പാടുന്നതിന്റെ ഈ പാടുന്ന സമയത്ത് നമുക്കറിയാലോ, പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ കഴുത്തിന്റെ ഒക്കെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിട്ട് ഇങ്ങനെ, അതൊക്കെ കറക്റ്റ് ആയിട്ട്. പിന്നെ ആൾക്ക് പല സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആളുടെ കൂനും പിന്നെ ആൾക്ക് ചില സംഭവങ്ങൾ മാറി വരുന്നൊക്കെ ഉണ്ട്. അത് പറയാൻ പറ്റില്ലല്ലോ, സ്പോയിലറാണല്ലോ. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഇപ്പോഴും ഒന്നും കൂടി പറയാണ്, തിയേറ്ററിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് മിസ്സാക്കരുത്, പോയിട്ട് കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണാം. അതായത് മലയാളത്തിൽ നിന്ന് ഒരു വേൾഡ് ക്ലാസ് ഐറ്റാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളെന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു മലയാളി എന്നുള്ള രീതിയിൽ അഭിമാനിക്കണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അതെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.